ഒരിക്കൽ പ്രാവുകളും സ്വതന്ത്രരായി. അവർ എലിയോട് നന്ദി പറഞ്ഞ് സന്തോഷത്തോടെ പറന്നുപോയി. ഐക്യമത്യം മഹാബലം. നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ദുർബലരായിരിക്കാം, എന്നാൽ ഒത്തൊരുമയോടെ പ്രവർത്തിച്ചാൽ എത്ര വലിയ പ്രതിസന്ധിയെയും മറികടക്കാൻ നമുക്ക് സാധിക്കും. ഒരിക്കൽ ഒരു വലിയ ആൽമരത്തിൽ ഒരു കാക്ക ദമ്പതികൾ താമസിച്ചിരുന്നു. ആ മരത്തിന്റെ ചുവട്ടിലെ ഒരു പൊത്തിൽ ദേഷ്യക്കാരനായ ഒരു കരിമ്പാമ്പും വസിച്ചിരുന്നു. കാക്കകൾ മുട്ടയിടുമ്പോഴെല്ലാം പാമ്പ് മരത്തിൽ കയറി ആ മുട്ടകൾ കുടിച്ചു തീർക്കുമായിരുന്നു. തങ്ങളുടെ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടുന്നതിൽ കാക്കകൾക്ക് വലിയ ദുഃഖമുണ്ടായിരുന്നു. പാമ്പിനെ അവിടെ നിന്ന് ഓടിക്കാൻ നേരിട്ട് കഴിയില്ലെന്ന് മനസ്സിലാക്കിയ കാക്കകൾ തങ്ങളുടെ സുഹൃത്തായ കുറുക്കനോട് ഉപദേശം ചോദിച്ചു. കുറുക്കൻ ഒരു ഉപായം പറഞ്ഞുകൊടുത്തു. നിങ്ങൾ കൊട്ടാരത്തിൽ പോയി രാജകുമാരിയുടെ വിലപിടിപ്പുള്ള വല്ല ആഭരണവും മോഷ്ടിക്കുക, എന്നിട്ടത് പാമ്പിന്റെ പൊത്തിൽ കൊണ്ടിടുക. കാക്കകൾ അത് സമ്മതിച്ചു. അടുത്ത ദിവസം രാജകുമാരിയും തോഴിമാരും കുളിക്കാനായി പുഴക്കരയിലെത്തിയപ്പോൾ കാക്ക വേഗത്തിൽ പറന്നുചെന്ന് രാജകുമാരിയുടെ മുത്തുമാല കൊത്തിയെടുത്തു. രാജകുമാരിയുടെ കാവൽക്കാർ ബഹളം വെച്ചുകൊണ്ട് കാക്കയുടെ പിന്നാലെ ഓടി. കാക്ക നേരെ ആൽമരത്തിനടുത്തേക്ക് പറന്നു. കാവൽക്കാർ നോക്കി നിൽക്കെ മാല പാമ്പിന്റെ പൊത്തിനുള്ളിലേക്കിട്ടു. ഭടന്മാർ മാലയെടുക്കാനായി പൊത്തിനടുത്തേക്ക് ചെന്നപ്പോൾ ഉള്ളിലിരുന്ന പാമ്പ് ദേഷ്യത്തോടെ പുറത്തേക്ക് വന്നു. തങ്ങളെ ആക്രമിക്കാൻ വന്ന പാമ്പിനെ കണ്ടതും ഭടന്മാർ വാളെടുത്ത് അതിനെ കൊന്നു. അവർ മാലയുമായി കൊട്ടാരത്തിലേക്ക് മടങ്ങി. അതോടെ പാമ്പിന്റെ ശല്യം തീരുകയും കാക്കകൾ സന്തോഷത്തോടെ ആ മരത്തിൽ ജീവിക്കുകയും ചെയ്തു. ശാരീരിക ശക്തിയേക്കാൾ വലുതാണ് ബുദ്ധിപരമായ നീക്കങ്ങൾ. നേരിട്ട് നേരിടാൻ കഴിയാത്ത വലിയ പ്രശ്നങ്ങളെപ്പോലും വിവേകത്തോടെയും തന്ത്രപൂർവ്വവും ചിന്തിച്ചാൽ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഒരിക്കൽ ഒരു കച്ചവടക്കാരൻ തന്റെ കഴുതയുടെയും കുതിരയുടെയും പുറത്ത് സാധനങ്ങൾ കയറ്റി ചന്തയിലേക്ക് പോവുകയായിരുന്നു. കച്ചവടക്കാരൻ കുതിരയെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നതിനാൽ അതിന്റെ പുറത്ത് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വെച്ചിരുന്നുള്ളൂ. എന്നാൽ പാവം കഴുതയുടെ പുറത്ത് ഭാരമേറിയ കുറെ ചാക്കുകളുണ്ടായിരുന്നു. വെയിലത്ത് നടന്ന് തളർന്ന കഴുത കുതിരയോട് അപേക്ഷിച്ചു, കൂട്ടുകാരാ, എനിക്ക് ഈ ഭാരം സഹിക്കാൻ വയ്യ. കുറച്ചുനേരം എന്റെ ഈ ചാക്കുകളിൽ ഒന്നെടുത്ത് നിന്റെ പുറത്തു വെക്കാമോ? ഇല്ലെങ്കിൽ ഞാനിപ്പോൾ വീണുപോകും. അഹങ്കാരിയായ കുതിര പറഞ്ഞു.
അതൊന്നും പറ്റില്ല. ഭാരം ചുമക്കൽ നിന്റെ ജോലിയാണ്. എന്റെ പുറത്ത് കുറച്ച് സാധനങ്ങളെ പാടുള്ളൂ എന്നാണ് യജമാനൻ കരുതുന്നത്. കഴുത സങ്കടത്തോടെ നടന്നു. കുറച്ചു ദൂരം കൂടി കഴിഞ്ഞപ്പോൾ ഭാരം താങ്ങാനാവാതെ കഴുത കുഴഞ്ഞു വീണ് മരിച്ചു. ഇതുകണ്ട കച്ചവടക്കാരൻ സങ്കടപ്പെട്ടു. അയാൾ കഴുതയുടെ പുറത്തുണ്ടായിരുന്ന ഭാരമേറിയ എല്ലാ ചാക്കുകളും എടുത്ത് കുതിരയുടെ പുറത്തുവെച്ചു. അതുമാത്രമല്ല, ചത്തുപോയ കഴുതയെ വലിച്ചുകൊണ്ടുപോകാൻ അതിന്റെ ശരീരവും കുതിരയുടെ പുറത്തുതന്നെ കെട്ടിവെച്ചു. ഇപ്പോൾ കുതിരയുടെ പുറത്ത് ഇരട്ടി ഭാരമായി. കുതിര പശ്ചാത്താപത്തോടെ ചിന്തിച്ചു, അയ്യോ, അന്ന് ആ കഴുത ചോദിച്ചപ്പോൾ ഒരു ചെറിയ സഹായം ചെയ്തിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഇത്രയും വലിയ ഭാരം ചുമക്കേണ്ടി വരില്ലായിരുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്നത് നമ്മെ തന്നെ സഹായിക്കുന്നതിന് തുല്യമാണ്. കൂടെയുള്ളവന്റെ പ്രയാസത്തിൽ സഹായിക്കാതിരുന്നാൽ ചിലപ്പോൾ ആ പ്രയാസം നാളെ നമ്മുടെ കൂടെ തലയിലായേക്കാം.